അതായിരുന്നു അന്ന. അവൾ എല്ലാത്തിനെയും നേരിട്ടത് പുഞ്ചിരി കൊണ്ട് മാത്രമായിരുന്നു. എല്ലാം കലങ്ങിത്തെളിയുന്ന ഒരു കാലം അവൾ സ്വപ്നം കണ്ടു. ഫ്രെഡിക്ക് ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്ത് വൈവ ഡിഫെൻഡ് ചെയ്യാനുള്ള സമയമായി. അവൻ അന്നയോട് യാത്ര പറഞ്ഞ് 6 മാസത്തേക്ക് മദിരാശിയിലേക്ക് യാത്രയായി. എന്തൊരു മുറിയാടാ ഫ്രെഡി ഇത്. നീ എങ്ങനെ ഇവിടെ? ഞങ്ങൾക്ക് ഇവിടെ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നിന്നെയും കൂടെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. മാർഗരറ്റ് ഇവിടെയാ MTക്ക് പഠിക്കുന്നേ. മാർഗരറ്റ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിനക്കിടയ്ക്ക് അവളെ പോയിന്ന് കണ്ടാലെന്നാ? ജീവിതത്തിൽ ആദ്യമായി ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരുന്ന ഫ്രെഡിയുടെ മനസ്സ് ചെറുതായി ഒന്ന് ചാഞ്ചാടി തുടങ്ങി. അന്നയുടെ കത്തുകൾ നിരന്തരം ഫ്രെഡിയെ തേടി മുടക്കമില്ലാതെ എത്തിക്കൊണ്ടിരുന്നു. സാറ് നോക്ക്, നല്ല വലിയ എവിടെയാ? അങ്ങോട്ട് പോകും. സിസ്റ്റർ, എന്ത് പറ്റിയത്? മോൾക്ക് ഇന്ന് രാവിലെ മുതൽ നല്ല പനിയാ. 2 ദിവസമായിട്ട് കഴിക്കുന്നതൊക്കെ ഛർദിക്കുക. എന്താണെന്നറിയില്ല ഡോക്ടറെ. എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്? എന്തു ചെയ്യും പിതാവേ? സെമിത്തേരിയിൽ പോലും സ്ഥലം തികയാത്ത അവസ്ഥയാണ്. മിക്കവാറും എല്ലാ തീരദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ പറയൂ. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതുമാത്രമേ ഇനി നമുക്ക് ചെയ്യാനുള്ളൂ. ഫ്രെഡി, നാട് മുഴുവൻ പകർച്ചപ്പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ നിന്ന നിൽപ്പിൽ മരിച്ചു വീഴുന്നു എന്നാണ് അനീറ്റ സിസ്റ്റർ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റേയൊക്കെ മാറി നമുക്ക് ഗസ്റ്റുകൾ വന്നു തുടങ്ങിയ സമയമായിരുന്നു. Anna, I've gotten sick. I vomited 4 to 5 times already. I'm so tired. I need some medicines. Please, help me. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇതാ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ്. നമ്മുടെ നാടിനെ അതിഭീകരമായി കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന കോളറ എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി നമ്മളിതാ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. എല്ലാവരും സഹകരിക്കുക, സഹകരിക്കുക. ജാഗ്രതാ മുന്നറിയിപ്പുമായി സഹകരിക്കുക. നമ്മുടെ അതിഥികളിൽ ഒരാൾക്ക് പനി തുടങ്ങിക്കഴിഞ്ഞു ഫ്രെഡി. എനിക്കെന്തോ ആകെ പേടിയാകുന്നു. നീ ഇങ്ങോട്ട് വരണ്ട.
അടുത്ത ജില്ലയിൽ അല്ലെങ്കിൽ അടുത്ത നഗരത്തിൽ എവിടെയെങ്കിലും വന്ന് പള്ളിമുറിയിലേക്ക് ഫോൺ വിളിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. നമുക്കെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാം. നീ എന്താണ് എനിക്ക് മറുപടി എഴുതാത്തത്? യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ പണ്ട് പ്ലേഗും കോളറയും പടർന്നു പിടിച്ച് കൂട്ടമരണങ്ങൾ സംഭവിച്ചപ്പോൾ സംസ്കരിക്കപ്പെട്ട പലരും മരിച്ചിട്ടില്ലായിരുന്നു. അവരുടെ പൾസ് താഴ്ന്നു പോയതുകൊണ്ട് മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു ഡോക്ടർമാർ എന്ന് ഞാൻ വായിച്ചിരുന്നു. അങ്ങനെ സംശയമുള്ള ആളുകളെ സംസ്കരിക്കുമ്പോൾ അവർ കുഴിയിലേക്കിറക്കിയ പെട്ടിയുടെ ഉള്ളിലേക്ക് ഒരു ചരടിട്ട് അത് മരിച്ചയാളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും. അവർക്ക് എപ്പോഴെങ്കിലും ബോധം വന്നാൽ അനങ്ങുമ്പോൾ ചരട് വലിഞ്ഞ് മുകളിൽ ചരടുമായി ബന്ധിപ്പിച്ച് മണിയടിക്കും. ഈ മണി ശബ്ദിച്ചാൽ ശവപ്പറമ്പിൻ്റെ കാവൽക്കാരൻ ആളുകളെയും കൂട്ടിവന്ന് കുഴിമാന്തി അവരെ പുറത്തെടുക്കും. ഈ സമ്പ്രദായം ഞാൻ നമ്മുടെ നാട്ടിലും പരീക്ഷിച്ചു. തരകൻ ഡോക്ടർ മനസ്സില്ലാ മനസ്സോടെ കൂടെ നിന്നു. അന്നയെയും ആ മഹാമാരി വെറുതെ വിട്ടില്ല. ഭൂരിഭാഗം ആളുകളെയും പോലെ മരണത്തോട് മല്ലടിച്ച് ബോധമില്ലാതെ അവൾ ആശുപത്രിയിൽ കിടന്നു. ആ മോനെ, ഡോക്ടർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോന്നു. വാ. ആ സോറി ഫ്രെഡി, അന്നയുടെ ഡെത്ത് കൺഫേംഡ്. മാക്സിമം 1 hour. നാളെ തന്നെ അടക്കേണ്ടി വരും. അല്ല, എന്തിനും നാളെ ആക്കുന്നേ? ഇന്ന് രാത്രി ആയിക്കൂടെ? പള്ളിയിൽ ഞാൻ വിളിച്ച് പറയാം. അല്ല, ഇടവക 2 ഫ്രാൻസിസ് അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാവേ. അതെ, അടുത്തേക്ക് പോകണ്ട, പകരും.